ശരിക്കും ഞാൻ രഞ്ജിത്തിനെ ആദ്യമായിട്ട് കാണുന്നത് സാജിദ് യഹയുടെ കഫേയിൽ ഞാൻ വേറൊരു താരത്തിന് ഇന്റർവ്യൂ എടുക്കാൻ ചെല്ലുമ്പോൾ അന്ന് ഇവര് കൽവിന്റെ വർക്ക്ഷോപ്സും പരിപാടിയൊക്കെ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറച്ചു നേരം നോക്കിയിരിക്കുമല്ലോ, അപ്പൊ എത്രമാത്രം ഒരു സിനിമയ്ക്ക് വേണ്ടി ഇവര് കഷ്ടപ്പെട്ടു നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിനിമ ഇപ്പൊ കൊമേഴ്ഷ്യലി പരാജയമാകുമ്പോൾ അത് എങ്ങനെയായിരിക്കും രഞ്ജിത്ത് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും എടുക്കുക? ഡെഫിനറ്റ്ലി അത് എൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള ബെസ്റ്റ് എഫേർട്ട് കൊടുക്കുക പടത്തിൽ, ഏറ്റവും ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര പാഷനുള്ള ഇൻഡസ്ട്രി, എനിക്ക് ഭയങ്കര മോഹമുള്ള ഇൻഡസ്ട്രിയാണ്. ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കുക. ബാക്കി ഓഡിയൻസിൻ്റെ കയ്യില്ല. നമുക്കങ്ങനെ എവറിത്തിങ് ഇസ് അപ് ടു ചാൻസ് ഇൻഡസ്ട്രിയിൽ. നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല, സാജിദ് ആയാലും നമ്മളെ എൻ്റെ കാസ്റ്റിംഗ് ക്രൂ, ഞങ്ങൾ ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരാനാണ് പറഞ്ഞു. പിന്നെ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. സോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കമേഴ്ഷ്യലി അത് ദാറ്റ്സ് നമ്മുടെ കയ്യിലല്ലല്ലോ. പക്ഷെ അതൊന്നും മാറ്റത്തില്ല. ഞാൻ ഇപ്പോഴും ഒരു ആർട്ടിസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ആക്ടറായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഇനിയും എൻ്റെ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് ഇട്ടിട്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസസ് കൊടുക്കണം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ. എന്നെ അത്രയ്ക്കൊന്നും അത് എഫക്ട് ചെയ്തിട്ടില്ല ആ രീതിയിൽ.